എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബശ്രീയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. കരാർ കാലാവധിക്ക് ശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കുന്നതുമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ബിരുദമാണ്. സർക്കാർ പബ്ലിസിറ്റി ഓർഗനൈസേഷനിലോ പ്രൈവറ്റ് ഓർഗനൈസേഷനിലോ ന്യൂസ് ഏജൻസികളിലെ എഡിറ്റോറിയൽ വിഭാഗത്തിലോ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. സാഹിത്യം, കല, സംസ്കാരം, എക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്നീ മേഖലയിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളിൽ എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന പ്രായപരിധി 35 വയസ്സാണ്. പ്രായം 31/1/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 32,550 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ CMD മുഖേനയാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതുമാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയും എക്സ്പീരിയൻസും പരിഗണിച്ച് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് സെൻട്രൽ ഫോർ മാനേജ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.cmd.kerala.gov.in ആണ്. ഈ സൈറ്റിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/3/2026 വൈകുന്നേരം 5 മണിയാണ്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓൺലൈനായുള്ള അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകളില്ലാത്ത അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമായിരിക്കും. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കേരള സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസുമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.